ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ എൻ്റെ കേട്ടറ്റ് റിസൾട്ട് കാണിക്കാം. സൈക്കോളജി മലയാളം പെഡഗോഗിയാണ് കേട്ടോ ഞാൻ ഈ 10 ദിവസം കൊണ്ട് പഠിച്ചത്. കാറ്റഗറി 3യും 4ഉം നേടാനായിട്ട് ഞാൻ പഠിച്ച ബുക്കുകളും യൂട്യൂബ് വീഡിയോകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. കാറ്റഗറി 1 to 4ൽ വരുന്ന പേപ്പർ 1 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ഇത് പഠിക്കാനായിട്ട് ഞാൻ കെ ശിവരാജൻ സാർ എഴുതിയ വിദ്യാഭ്യാസത്തിൻ്റെ മനഃശാസ്ത്ര ഭൂമിക എന്ന ബുക്കാണ് എടുത്തത്. ഇത് BEdന് പഠിക്കാനുള്ള ബുക്കാണ് കേട്ടോ. ഞാൻ 2017 മേടിച്ചതാണ്. 3 തിയറികളിലായിട്ട് വരുന്ന 9ഓളം ലേണിംഗ് ഡിസേബിലിറ്റി, LSRW ഇതൊക്കെ എല്ലാ കാറ്റഗറിക്കാർക്കും വരുന്നതാണ്. പിന്നെ പെഡഗോഗി ഭാഗത്തേക്ക് വരുമ്പോൾ 1 to 4 കാറ്റഗറിയിലുള്ളവർക്ക് LP UP കുട്ടികളെ അടിസ്ഥാനമാക്കിയിട്ടും കാറ്റഗറി 3യിലേക്ക് വരുമ്പോൾ അത് അഡോളസൻസ് ഏജിലുള്ള കുട്ടികളെ അനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഈ ബുക്കിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാനൊരു റഫായിട്ട് പേജ് നമ്പർ ഇട്ട് എഴുതി വെച്ചാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇനി കാറ്റഗറി 3യിൽ വരുന്നത് അഡോളസെൻ്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ പഠിച്ചത് സന എഡ്യൂട്ടിവ്സ് ജേർണി ടു സക്സസ് ലേണിംഗ് വിത്ത് ആരതി എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ്. ഈ 2 ചാനലിലും കേട്ടറ്റ് PVQയും ഒരുപാട് ക്ലാസ്സുകളും ഉണ്ട്. ഇതൊക്കെ ഞാൻ സന എഡ്യൂട്ടിവ്സ് എന്ന ചാനൽ വഴി എഴുതിയെടുത്ത ക്ലാസ്സാണ്. ഇതിൽ കേട്ടറ്റ് 3യിൽ പറയുന്ന 3 ഭാഗവും വളരെ വിശദീകരിച്ച് ഒരു പോയിന്റ് പോലും വിടാതെ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തി എല്ലാ ഭാഗവും ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. മറ്റൊരാളുടെ വീഡിയോ ലിങ്ക് നമുക്കിതിൽ കൊടുക്കാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതിയെടുത്ത നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. കേട്ടറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള 10 ദിവസത്തെ ലീവിനാണ് കേട്ടോ ഞാൻ നാട്ടിലേക്ക് വന്നത്. ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ആ 10 ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന KCF, NCF, RTE എല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നോട്ടൊക്കെ എല്ലാവരും നല്ല വൃത്തിക്ക് എഴുതിയെടുക്കുക. അത് നമുക്ക് PSCക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഇനി പാർട്ട് 2 മലയാളം, അതെല്ലാ കാറ്റഗറിക്കാർക്കും ഒരുപോലെയാണ്. മലയാളം ഞാൻ പഠിച്ചത് മലയാളം മാസ്റ്റർ എന്ന ഈ ബുക്ക് വെച്ചിട്ടാട്ടോ. ഇതിൽ എഴുത്തുകാരെക്കുറിച്ചും പുരസ്കാരങ്ങളെക്കുറിച്ചും മലയാളം ഗ്രാമർ എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. മലയാളത്തിൽ വരുന്ന എല്ലാ ഭാഗവും ഉൾപ്പെടുത്തി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പാർട്ട് 3 നമ്മുടെ സബ്ജക്റ്റാണ്. കാറ്റഗറി 3യിലും 4ലും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. നഹ്വുൽ വാലി 1, 2 ഭാഗം, താരിഖുൽ അദബുൽ അറബി, ബലാഗ, അറൂല, സൊറഫ്, അറബിക് ടെക്സ്റ്റ് ബുക്ക് 1 മുതൽ 10 വരെ ക്ലാസ്സിൻ്റെതും പിന്നെ അറബി പെഡഗോഗിയാണ് നോക്കേണ്ടത്. ഇതെല്ലാം ഉൾപ്പെടുത്തിയ KMAയുടെ 30 ദിവസത്തെ PSC ക്ലാസ് ഉണ്ട് കേട്ടോ. അത് കേട്ടറ്റിനായാലും PSCക്കായാലും ഒരുപോലെ ഉപയോഗപ്പെടും. KMAയുടെ 30 ദിവസത്തെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അറബി വിഷയത്തിൽ നമ്മൾ നല്ലൊരു ധാരണയാവും. അതുപോലെ കാറ്റ്ഫിൻ്റെ കീഴിൽ എജുഇറ ആപ്പിൽ 29 ദിവസത്തെ PSC ക്ലാസ് നടന്നിരുന്നു. ഈ 2 കോഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അദബിൽ മാത്രമല്ല നഹ്വ്, ബലാഗ, അറൂല, കിതാബൽ മുഖററ എല്ലാം വിശദമായി അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി പാർട്ട് 3യിലെ സെക്ഷൻ B അറബിക് പെഡഗോഗി എനിക്ക് കയ്യിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് എഡ്ഫിൽ ലേണിംഗ് യൂട്യൂബ് ചാനലിൽ ഒരു 2 മണിക്കൂറിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. തുർക്ക് തദ്രീസ്, വസാഇൽ തഅലീമിയ്യ, നദരിയാത്ത് ഇതെല്ലാം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് PVQ ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്രയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം എക്സാമിനുള്ളതായി. OMR ഷീറ്റൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക. എക്സാം റിസൾട്ട് വരുന്നത് വരെ ഹോൾ ടിക്കറ്റും OMR ഷീറ്റൊക്കെ സൂക്ഷിച്ച് വെക്കുക. ഇൻഷാ അല്ലാ എക്സാം റിസൾട്ട് വരുമ്പോൾ എല്ലാവരും ക്വാളിഫൈഡ് ആവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.